എന്റെ അല്ലാ, നിങ്ങ മുടിയേരി ഇവിടെ നിക്കണോ? എന്റെ ആങ്ങളെ കാലത്ത് വിളിച്ചപ്പോ പറഞ്ഞതല്ലേ ഉച്ചക്കാലത്ത് ഊണും കഴിഞ്ഞിട്ട് ഞങ്ങട് വേഗം വായോട്ടാ വൈകരുതെന്ന്. ഇന്ന് പെരുന്നാള് കഴിഞ്ഞ എല്ലാവരും വന്നതല്ലേക്കാ, വീട്ടിൽ പോണ്ടേ? ഞാൻ മക്കളോട് റെഡി ആവാൻ പറയട്ടെ. എടി ഞാനത് ആലോചിക്കാണ്ടല്ല, ഈ ഉമ്മാനെ ഒറ്റക്കിട്ടില്ല അമ്മ എങ്ങനെയാ പോണ്ടേ, നീ അത് പറ. ഓ, നിങ്ങളുടെ ഒരു ഉമ്മ. ഒരു കാര്യം ചെയ്യും, ഉമ്മയും മോനും കൂടി ഇവിടെ പൊത്തിപ്പിടിച്ചിരുന്നു, ഞാൻ മക്കളെ കൊണ്ട് അവിടെ പോയിക്കോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ കൂടെ വരാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല. ഒരു പെരുന്നാളായിട്ട് എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ? നിങ്ങളില്ലാണ്ട് ഞാൻ അങ്ങോട്ട് എങ്ങനെ കയറി ചെല്ലണേ? എപ്പോഴും നോക്കിയാൽ ഒരു ഉമ്മ ഉമ്മ. നിങ്ങൾ വരുന്നുണ്ടോ ഇല്ല, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. എടി ഈ കഴിയാത്ത ഉമ്മേനെ വെച്ച് ഞാൻ എങ്ങനെ നിന്റെ കൂടെ വരിക? നീ തന്നെ പറ. ഈ ഉമ്മാനെ ഞാൻ ഇന്ന് എവിടെ ആക്കും? ഏതെങ്കിലും പോരെയുള്ള ആൾക്കാരുണ്ടാവും ഇന്ന്. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിന്നെയും പിള്ളേരും പോരയിൽ ചെന്നാക്കി ഞാൻ തിരിച്ചു വരാം. പോരെ? ഓ, നിങ്ങളുടെ ഉമ്മ എന്താ കൊച്ചു കുട്ടിയെങ്ങാനാണോ? ഞാൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ല ടിക്ക. ഉമ്മാക്ക് ഒരു ദിവസം ഒറ്റയ്ക്ക് നിന്നാലെന്താ കുഴപ്പം? ഉമ്മാനെ ആരും പിടിച്ചോണ്ടൊന്നും പോകുന്നില്ല. എന്റെ വീട്ടിലെ അനിയത്തിമാരെല്ലാവരും വരും. ആ സമയത്ത് നിങ്ങൾ എന്റെ കൂടെ ഇല്ലാണ്ട് ഞാനും മക്കളും കൂടി അവിടെ കയറി ചെന്നിട്ട് എന്താ കാര്യം? ഉമ്മ ഒരു ദിവസം ഇവിടെ നിൽക്കട്ടെ. നിങ്ങൾ നാളെ കാലത്ത് തന്നെ അവിടെ നിങ്ങോട്ട് പോന്നോ? സംസാരിക്കും ഉമ്മ കേക്കും. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ റെഡിയേ? നിങ്ങളുടെ ഒരു ഉമ്മ. എന്തായാലും ഞാനും മക്കളും റെഡി ആവാൻ പോവാ. നിങ്ങൾ മര്യാദയ്ക്ക് റെഡി ആയിട്ട് എന്റെ കൂടെ പോരി. ഉമ്മാനോട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു കേട്ടല്ല. പഠിച്ചോനെ, ഈ വയ്യാത്ത ഉമ്മാനായിട്ട് ഞാൻ എങ്ങനെ പോവാനാ? ഇതിപ്പോ ഉമ്മാനോട് എങ്ങനെ പറയൂ എന്റെ റബ്ബേ? ആ ഉമ്മ ഇടിയിട്ടുണ്ടായിരുന്ന? ആ, ഉമ്മ ഇവിടെ അല്ലാണ്ട് എവിടെ ഇരിക്കാനാ മോനെ? നീ എന്തിനാ എന്റെ ജമാല അവളെ ചൂടാക്കണത്? ഇന്ന് പെരുന്നാളല്ലേ, നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒച്ചമ്പെടുത്ത ഞാൻ മക്കൾക്ക് വിഷമാവൂലേ? നീ അവളുടെ കൂടെ പോയിട്ട് വായോ, നാളെ വന്നാ മതി. ഉമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാ. എൻ്റെ ഉമ്മക്ക് വയ്യാണ്ടല്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് പോയാൽ ഉമ്മക്കാരുണ്ടാവും. അവൾക്ക് തലക്ക് വെളിവില്ലാതെ പലതും പറയും. അതിങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഒറ്റയ്ക്ക് എന്ത് ഉണ്ടാക്കാനാ? രാത്രി വല്ലതും വന്നെങ്കിൽ എന്ത് ചെയ്യും? എന്റെ മോനെ, ഉമ്മാനെ പടച്ചോൻ കാത്തോളും. നീ അവളെയും കൊണ്ട് വീട്ടിൽ പോയിക്കോ. നീ നാളെ ഇങ്ങോട്ട് പോന്നാ മതി. അല്ലെങ്കിൽ അവളിഞ്ഞ അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. പിന്നെ എന്നോടാകും മോന്ത കറുപ്പിക്കല്. ഇങ്ങക്കെന്ത് പിരാന്ത? ഉമ്മ പറയണത് ഉമ്മയുടെ മോനൊന്ന് കേക്ക്. നല്ലൊരു ദിവസല്ലേ, മോനോളെ കൊണ്ട് പോയിട്ട് വായോ. ഉമ്മക്ക് എന്തിനുണ്ടെങ്കിൽ ഉമ്മ വിളിക്കാം മോനെ. ഫോണുണ്ടല്ലോ, കുത്തി വിളിക്കാൻ മോൻ ഫോൺ തന്നിട്ടില്ല ഉമ്മക്ക്. ഉമ്മ വിളിച്ചോളാ, മോൻ പോയിട്ട് വായോ. ചെല്ലടാ, ഒരുങ്ങ് പോയി. അൽഹംദുലില്ലാ. അല്ലാ, അവൻ്റെ ഒരു കാര്യം. ഈ ഉമ്മാൻ്റെയും ഭാര്യയുടെ നടുക്ക് കിടന്ന് എൻ്റെ മോൻ വിഷമിക്കുകയാണ് കിടന്നുകൊണ്ട്. ഉമ്മാനൊട്ട് കളയാനും പറ്റൂല, ഭാര്യനൊട്ട് വിഷമിപ്പിക്കാനും പറ്റൂല. ഇന്നത്തെ ആമക്കളുടെ ഒരവസ്ഥകളെ എന്ത് ചെയ്യാനാ? അല്ലാ, എല്ലാ മക്കളെയും കാത്തോളെ പഠിച്ചോനെ. അല്ലാ, പടച്ചോനെ കാത്തോളെ. പാത്തുവേ, അവർ റെഡിയായി. നീ മക്കളെ കൊണ്ടൊന്ന് ഇറങ്ങാൻ നോക്ക് മോളെ. ഇരുട്ടായി തുടങ്ങി. ഇന്നത്തെ കാലത്ത് പിള്ളേര് ഒരുക്കങ്ങള്. ദേ വന്നിക്ക.
ഇവിടെ കാണാനില്ലല്ലോ. ഉമ്മ ഭക്ഷണം നേരത്തോടെ കഴിക്കണം, അത് കഴിഞ്ഞാൽ മരുന്നു. മനസ്സിലായില്ല? പിന്നെ നേരത്തെ കിടന്നുറങ്ങണം, അതൊന്നും ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അരിഞ്ഞ് നടക്കണ്ട. മനസ്സിലായ? സുബേക്ക് ഞാൻ ഇങ്ങോട്ട് എത്തും. ഉമ്മയുടെ മോന് വിഷമിക്കാണ്ട് പൊയ്ക്കോ. നീ എന്തിന് ഇത്ര വിഷമിക്കണേ? ഉമ്മ ഒക്കെ ചെയ്തോളാം. സമയത്തിന് ഭക്ഷണവും കഴിച്ച് മരുന്നും കഴിച്ച് കിടക്കുന്നതിന് മുമ്പ് ഉമ്മയുടെ മോനെ വിളിച്ചിട്ട് ഉമ്മ കിടക്കുള്ളൂ. മോൻ സന്തോഷമായിട്ട് അവിടെ കൂടെ പോയിട്ട് വായോട്ടാ. ചെല്ലു ഉമ്മ, ഞങ്ങൾ പോയിട്ട് വരട്ടേട്ടാ. ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കണേ. ഇക്ക നാളെ കാലത്ത് തന്നെ ഇങ്ങോട്ട് വരുമ്മ. ആ മോള് പോയിട്ട് വാ. ഉമ്മാനെ പറ്റി മക്കള് വിഷമിക്കണ്ട. ഉമ്മ എന്തേലും വിളിച്ചോളാം. മക്കള് സമാധാനമായിട്ട് പോയിട്ട് വായോ. എല്ലാവർക്കും സലാം പറഞ്ഞോളവിടെ ചെല്ലുമ്പോട്ടാ. ശരി ഉമ്മ. ഉമ്മ ഞാനപ്പോ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോനെ. നീ എന്തിങ്ങനെ വിഷമിക്കണേ? എൻ്റെ മോൻ പോയിട്ട് വായോ. ചെല്ല്. നീയൊന്ന് ഇറങ്ങന്റെ ഭാഗത്തു. മക്കളങ്ങ് റോട്ടിലെത്തി. ഓ ദേവൻ, എൻ്റെ മനുഷ്യ ഒച്ചല്ലേ. മക്കളെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നോളും. എൻ്റെ പടച്ചോനെ, എൻ്റെ മക്കളെ കാത്തോളണേ റബ്ബേ. എൻ്റെ മക്കൾക്ക് ഒരാപത്തും വരാതെ നോക്കണേ പടച്ചോനെ. അല്ലാ, എന്തിക്കാ മക്കള് ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടാകും. ബസ് ഇപ്പൊ വരും. എടി, ഇന്നത്തെ ദിവസം ഉമ്മാനെ തനിച്ചാക്കി എനിക്ക് വരാൻ പറ്റില്ല. ആ മുഖം നോക്കി എങ്ങനെയാടി. പിന്നെ ഒരു കാര്യം ചെയ്യും, ഈ മക്കളെയും കൊണ്ട് പോ. ഞാൻ വണ്ടി വിളിച്ച് സുബേ ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ശരി എന്നാ, ഞാൻ എന്നാ പോയിട്ട് വരാം. നിങ്ങൾ അടുത്ത് നിന്നു. ശരി. അപ്പോൾ നീ പോ, ഞാൻ ഓട്ടോ വിളിച്ച് പറയാം. ശരി. ഉമ്മ